ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞുകൊട്ടെ. പ്രധാനപ്പെട്ട നിങ്ങളെ കീമുമായി ബന്ധപ്പെട്ട് ഫോളോ ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂട്യൂബ് ചാനലുകളോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ആരും തന്നെ മുഖ്യധാരാ മാധ്യമത്തിൽ വന്ന് ഫാർമസിയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അതായത് പലരും നമ്മുടെ കമൻറ്റ് ബോക്സുകളിൽ കീം എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ, അപ്ഡേറ്റുകൾ, റാങ്ക് ലിസ്റ്റ്, കാൽക്കുലേഷൻ, പ്രഡിക്ഷൻ എല്ലാം കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഫാർമസിയുടെ എന്താണ് അവസ്ഥ, എങ്ങനെയാണ് കാര്യങ്ങൾ, റാങ്ക് ലിസ്റ്റിൽ എത്രയൊക്കെ വന്നാൽ എന്തൊക്കെ കിട്ടും എന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ വളരെ ജെന്യൂൻ ആയിട്ടുള്ള കമൻറ്റുകളുമായിട്ട് വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഇതുവരെ ആരും പറഞ്ഞു തരാത്തത് അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാത്തത് ഈ വീഡിയോയിൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വളരെ ആശ്ചര്യമായിട്ട് തോന്നിയത് 4 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഏകദേശം 2021 കീം സമയത്ത് നമ്മൾ ഫാർമസിയുമായി ബന്ധപ്പെട്ട എൻ്റെ റാങ്ക് കാൽക്കുലേഷൻ എല്ലാം ചെയ്ത് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സുകളിൽ പോലും ഇത്തരത്തിൽ 2025 ഫാർമസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഫാർമസിക്കാർക്ക് വേണ്ടി വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അറ്റ്ലീസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും കീമിൽ മാത്സ് കൂടി എഴുതി വന്നിട്ടുള്ളവരാണ് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ അങ്ങനെ പോകുന്നത്. അപ്പോൾ ഫാർമസി രംഗത്തിലേക്കാണ് നിങ്ങൾ കീം എഴുതിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 75 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് MCQ ആയിരിക്കും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. അത് നിങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെയായിരിക്കും. കെമിസ്ട്രിയും ഫിസിക്സും തന്നെ ആയിരിക്കും. അതിൻ്റെ ബ്രേക്ക് ഡൗൺ ഒന്നും ഞാൻ ഇനി കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നോർമലൈസ്ഡ് സ്കോർ 75×4 എത്രയാണ്? ഈ 300. അപ്പോൾ നിങ്ങൾക്ക് ആ നോർമലൈസ്ഡ് സ്കോർ വന്നിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ആ സ്കോർ കീം ഫാർമസി സ്കോറാണ്. ഇനി +2 മാർക്ക് വരുമ്പം അതും കൂടി കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് വരും? 600-ന് 1 മാർക്ക് വരും. അപ്പോൾ എന്തായാലും നോർമലൈസ്ഡ് സ്കോർ വന്നത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ ഇനി കൂടുതൽ കണക്കാക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് ഫാർമസി റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ശ്രദ്ധിക്കാം എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ടോട്ടലി 300 മാർക്കിനുള്ള കീം സ്കോർ വന്നതിന് പിന്നാലെ, അതായത് നെഗറ്റീവ് മാർക്കും എല്ലാം എടുത്ത് കളഞ്ഞ് നോർമലൈസേഷനും ചെയ്ത് കഴിഞ്ഞിട്ട് വന്നു. ഇനി റാങ്ക് കാൽക്കുലേഷന് മറ്റുള്ളവരെ പോലെ തന്നെ +2 മാർക്കും കൂടി കൺസിഡർ ചെയ്തിട്ട് ഫൈനൽ റാങ്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയുകയാണ് നിങ്ങൾക്ക് എത്ര പ്രതീക്ഷിക്കാമെന്ന്. അതായത് കീം എഞ്ചിനീയറിംഗിന് പറയുന്ന മാർക്കിങ്ങോ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചോ ആയിരിക്കില്ല ഫാർമസിക്ക് കുറച്ചുകൂടി കോമ്പറ്റീഷൻ കുറവാണ് എന്ന് പറയുമ്പോൾ പോലും വിദ്യാർത്ഥികൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ധാരണ വേണം. ഏതൊക്കെ മാർക്ക് കിട്ടിയാൽ കഴിഞ്ഞ വർഷത്തെയൊക്കെ ട്രെൻഡ് അനുസരിച്ച് ഏതിനനുസരിച്ച് നമുക്ക് അഡ്മിഷൻ കിട്ടും. അതുതന്നെ നമുക്കിവിടെ പറയാം. ഒരു 250-300-നകത്താണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് വരുന്നതെങ്കിൽ, അതായത് ഫൈനൽ മാർക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു 1-നും 1000-നും ഇടയ്ക്ക് റാങ്ക് കിട്ടുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കോർ 220-നും 249-നും ഇടയ്ക്കാണ് എങ്കിൽ ആദ്യത്തെ 2500-നും 1000-നും ഇടയ്ക്ക് റാങ്ക് കിട്ടാൻ ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് അനുസരിച്ചാണ് ഞാൻ ഈ കണക്കുകൾ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 190-നും 220-നും ഇടയ്ക്കാണ് നിങ്ങളുടെ സ്കോർ എങ്കിൽ ആദ്യത്തെ 2500 മുതൽ 5000 വരെ നിങ്ങൾക്ക് റാങ്ക് കിട്ടാം. അതുപോലെ തന്നെ 5000-നും 8000-നും അകത്ത് റാങ്ക് വരണമെങ്കിൽ നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് സ്കോർ 160-ന് മുകളിലായിരിക്കണം. 190 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഇതിൽ പറയേണ്ടത് SC/ST-കാർക്ക് കൂടുതൽ ബെനിഫിറ്റുകൾ ഉണ്ടാവും. അവർക്കിപ്പോൾ B.Pharm തന്നെ ക്വാളിഫയിങ് മാർക്ക് എന്ന് പോലും ഇല്ല. അല്ലാത്തവർക്കാണെങ്കിൽ 10 ഉണ്ട്. കീം ക്വാളിഫയിങ് മാർക്ക് 10 ആണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ആനുകൂല്യം ഇല്ല. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹയർ മാർക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുവാനുള്ള പോസിബിലിറ്റി ഹയർ ആണെന്ന് വിചാരിക്കരുത്. അത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. കാരണം ഇപ്പോൾ നിങ്ങൾ B.Pharm തന്നെ നിങ്ങൾ വയ്ക്കുന്ന കോളേജുകൾ എല്ലാം അതിനെ ഒരു ഘടകമാണ് അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് കഴിഞ്ഞ വർഷത്തെ ട്രെൻഡുകളെ അനുസരിച്ച് ഇന്ന മാർക്ക് വന്നാൽ നിങ്ങൾക്ക് ഇന്നത് കിട്ടും എന്നൊരു സംഭവമാണ്. ഇനി +2 മാർക്കിൻ്റെ കാത്തിരിപ്പ്, അതായത് +2 റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരിക്കും നിങ്ങൾ. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കീം ഫാർമസിയുമായി ബന്ധപ്പെട്ട കോളേജുകളുടെ ഡേറ്റ, കൂടുതൽ ഇനി അങ്ങോട്ട് വരുന്ന അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള സർക്കുലറുകൾ എന്നിവയും നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ കീം ഫാർമസിയിൽ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് 300-ന് ലഭിച്ച മാർക്കാണ്. ഇനി വരാനുള്ളത് +2 മാർക്കാണ്. അപ്പോൾ ഇതിനി എങ്ങനെ നമ്മൾ ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിനെ അപ്രോച്ച് ചെയ്തുകൊണ്ട് ഫാർമസി റാങ്ക് ലിസ്റ്റിലേക്ക് ഇടം പിടിക്കുവാനും പിന്നീട് അഡ്മിഷനും എങ്ങനെ നമുക്ക് ഉറപ്പിക്കാമെന്ന് വരുന്ന വീഡിയോകളിൽ ചർച്ച ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.